കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിൽ ഒരു ചടങ്ങിലേക്ക് പോവുകയോ പങ്കെടുത്ത് മടങ്ങുകയോ ചെയ്യുക. വളരെ തിരക്ക് പിടിച്ച അന്തരീക്ഷം. ഡിവൈഡറിന്റെ ഒക്കെ മുകളിൽ കൂടെ വാഹനം എടുത്ത് പോകുന്നുണ്ട്. ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ജാതി ബ്ലോക്കാണെന്ന് പറയാനായിട്ട് കഴിയും. അങ്ങനെ ബ്ലോക്ക്. 4 വരി പാതയാണ് നടന്നുകൂടെ. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകും. ഈ സമയത്താണ് ബ്ലോക്കായി കാറ് നിർത്തി. മുൻപിൽ വന്ന ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി. കൂടെ 3 കുട്ടികൾ. ഒന്നിനെ എടുത്തിട്ടുണ്ട്. പിന്നെ 3 വയസ്സായ കുട്ടി, 5 വയസ്സായ കുട്ടി. 5, 3, 1 ഇതാണ് കുട്ടികളുടെ പ്രായം. കയ്യില് വലിയൊരു പെട്ടി ഉണ്ട്. ഇന്നത്തെ ആധുനികമായ രീതിയിലുള്ള പെട്ടിയോ ബാഗോ അല്ല, അല്ലാത്ത രീതിയിലുള്ള ഒരു ബാഗാണ്. ആ സ്ത്രീ അവിടെ ഇറങ്ങിയിട്ട് ഇനി അപ്പുറത്തേക്ക് കിടക്കണം. അതിനെന്തോ കാര്യമുണ്ട്, അല്ലെങ്കിൽ വേറെ ബസ്സിന് പോകാനായിരിക്കും. ഈ സ്ത്രീ ഒരു അന്ധയാണ്, കണ്ണ് കാണാത്ത. ബാംഗ്ലൂർ നഗരം എന്ന് പറഞ്ഞാൽ പലവണ പോകുന്നെങ്കിലും എനിക്ക് അവിടെ സ്ഥലമൊന്നും അറിയില്ല. ഈ സ്ഥലത്തിന് എന്തോ മേദിപട്ടണം എന്നൊരു പേരാരോ പറഞ്ഞ മാതിരി ഓർമ്മ. ബാംഗ്ലൂർക്കാർക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. അന്ധയായ ഒരു സ്ത്രീ 3 കുട്ടികളെയും വെച്ചിട്ട്, കുട്ടികൾ പ്രായമായിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് 1 2 റോഡ് അപ്പുറത്ത് കിടക്കണവർ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ കണ്ണാണ്. തോളത്തൊരു കുട്ടിയുണ്ട്, കരയുന്നുണ്ടോ അറിഞ്ഞൂടാ. 5 വയസ്സായ കുട്ടി നിസ്സഹായം. 3 വയസ്സായ കുട്ടിക്ക് തൽക്കാലം നടക്കാറായിട്ടുണ്ട്. ഇത്രയായിട്ടുള്ളൂ. ഇതിലിപ്പോ എങ്ങനെ അങ്ങോട്ട് കിടക്കുക? എന്താ ഇതിന്റെ പരിസമാപ്തി? ഈ വാഹനത്തിലിരിക്കുകയും വാഹനത്തിൽ ഞാനിത് മുന്നോട്ടിരിക്കുന്നുണ്ട്. എന്റെ കൂടെ സംഘാടകരോ ആരൊക്കെ. ഈശ്വര, അപ്പുണ്ടായ സംഭവം, ഈ ബാഗ് അങ്ങോട്ട് പൊട്ടി. ഈ സ്ത്രീയുടെ കയ്യിലെ ബാഗ് അങ്ങോട്ട് ചെതറി. ഈ തെരുവിൽ കണ്ണ് കാണാത്ത ഈ സ്ത്രീ സാധാരണ എങ്ങനെ ബാഗിലേക്ക് വെക്കുക? കണ്ണ് കാണുന്നവർക്ക് തന്നെ പറ്റും. ഈ കുട്ടികളെ കൊണ്ട് അപ്പുറം കിടക്കാൻ പറ്റും. പെട്ടെന്ന് വാഹനങ്ങൾ മുഴുവൻ ഇളകി എന്റെ കാറ് തുറന്നു. ഈ രൂപം മനസ്സിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ എത്ര കൊല്ലായി. ഇപ്പൊ ചിന്തിക്കുമ്പോ, ഇപ്പോഴും മനസ്സിൽ പോവാത്തോണ്ടാണല്ലോ ഒന്ന് ധന്യമേ ജീവിതം പറയുമ്പോ ഇത് ഓർമ്മ വന്നത്. ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നതാണ്. ഇപ്പോ മേജി പട്ടണത്തിലെ ആ അമ്മ ഇപ്പൊ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അന്നൊരു 40 വയസ്സ് ആയിട്ടുണ്ടാവും. ആ കുട്ടികൾക്ക് 1 വയസ്സായ കുട്ടി ഇപ്പൊ എവിടെയിരിക്കും? ഈശ്വരനെ മറുപടി പറയാൻ കഴിയുള്ളൂ. ഈശ്വരൻ പറയും, താൻ അത് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. താപ്പഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ തോളത്ത് തൂക്കിയ പയ്യനില്ലേ, അവൻ ഇന്ന കക്ഷിയുടെ നേതാവാ, ഇലക്ഷന് ജയിച്ചിരിക്കുന്നു.
ദൈവം പറയുമ്പോ നമ്മൾ കേൾക്കുക. ആ 3 വയസ്സാ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഇപ്പൊ വലിയൊരു സ്ഥാനത്തായിരുന്നു. ആ 5 വയസ്സായ പയ്യപ്പോ ഇന്ന് ഡിപ്പാർട്ട്മെന്റിലായിരിക്കണം, ഇന്നോടതിയിലാണ്. ദൈവമേ, ഇങ്ങനെയാണോ? ക്ലൈമാക്സ് കണ്ടിട്ട് ഞാനൊരു കാര്യം ചെയ്യും. ദൈവം എന്നോട് പറയും, മേരി പട്ടണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും കുട്ടികളും അവിടെ അങ്ങനെ നിൽക്കുക. കണ്ണു കാണാത്ത ആ സ്ത്രീയുടെ ഇതൊക്കെ തലയിൽ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടാവും, സഹായിച്ചിട്ടുണ്ടാവും. കാലാകാലം അവിടെ നിൽക്കുന്നില്ല, ഏതോ ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. ക്ലൈമാക്സ് കണ്ടിട്ടാണ് കഥ ദൈവം എഴുതും. ഏത് കഥ? കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു 7-8 കഥ മലയാളത്തിൽ അന്നത്തെ തിരക്ക് ഉള്ള തിരക്കഥാകൃത്ത് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നിന്റെയും ക്ലൈമാക്സ് പറഞ്ഞില്ല. ക്ലൈമാക്സ് ഇല്ല ഒന്നിനും. പുള്ളി പറയും ക്ലൈമാക്സ് ആയിട്ടില്ല, അതിങ്ങനെ ഇരിക്കുക, കഥ പകുതിയുണ്ട്, ഇത് കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരിടത്ത്. എന്റെ കയ്യിലുണ്ട് ക്ലൈമാക്സ് ഇല്ലാത്ത ധാരാളം. കഥ കേൾക്കുമ്പോൾ എന്നിട്ട് നമുക്ക് ആളെ എടുക്കാൻ പറ്റും. ഇന്നൊരു ക്ലൈമാക്സും ഉണ്ട്. പൂക്കൾ ഉണ്ടായതിനു ശേഷമാണ് കായ ഉണ്ടാവുന്നത്. കായ അതിന്റെ ക്ലൈമാക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുമ്പളത്തിന് കായ ആദ്യം ഉണ്ടായിട്ടാണ് പൂവുണ്ടാവുക. കുമ്പളവും മത്തനൊക്കെ അങ്ങനെ പറഞ്ഞു. ആദ്യം കായ ഉണ്ടാവും. എന്താ സംഭവം ഇതിനോട് കഥാകൃത്തുക്കൾ ക്ലൈമാക്സ് ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന പോലെ പുതിയ നോവൽ എഴുതുമ്പോൾ ക്ലൈമാക്സ് ശരിയാവുന്നില്ല. ക്ലൈമാക്സിന്റെ അവസാനത്തെ വരി കണ്ടിട്ട് അത് എഴുതി തുടങ്ങാൻ പറ്റുമോ? ഏതൊരു കാര്യം. ധന്യമീ ജീവിതം പറയുമ്പോൾ ഇത് എവിടെ എന്ത് ചെയ്യണമെന്ന് ക്ലൈമാക്സ് കിട്ടാതെ തുടങ്ങിയിട്ട് കാര്യമില്ല. കുറെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിഴുങ്ങത്തിയാന്നോണ്ടിരുന്നാൽ ശരിയാവും. എന്നാൽ ദൈവം ക്ലൈമാക്സ് കണ്ടിരിക്കുന്നു ഏതൊരു കാര്യം. ഇന്ന് പറയുന്ന വ്യക്തികൾക്ക്, ഇത് കേൾക്കുന്നവർക്ക് പലവിധ ടെൻഷനും ഉണ്ടാവും. എങ്ങനെ എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ? ഇയാൾക്ക് ധന്യമീ ജീവിതം എന്നിട്ട് വായിക്കൊന്നും ഇങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് ഇന്ന പ്രശ്നം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യാം? ദൈവം സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് ആദ്യം ഉണ്ടാക്കി, എന്നിട്ടാണ് കഥ ഉണ്ടാക്കി. താക്കലായിരിക്കും. ക്ലൈമാക്സ് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി സബ്ജക്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. കാരണം ക്ലൈമാക്സ് എന്നുള്ള ധൈര്യമുണ്ടോ? അവസാനം ഇവിടെ കൊണ്ടെത്തിക്കണം. എന്റെ മനസ്സ് പറയുന്നു, എന്നോട് ദൈവം പറയുന്നു, നിനക്ക് ആ വിഷമൊക്കെ ഉണ്ടായില്ലേ, ഒന്നും വിഷമിച്ചുണ്ടാവും. ആ ചെറിയ ഇന്ന രീതിയിൽ വന്നു, ആ സാധനങ്ങൾ ബാഗിലാക്കി വേറെ 2-3 പേര് ഇടപെട്ടു, അപ്പുറത്തേക്ക് കടത്തി. ആ സ്ത്രീയും കുട്ടികളെ അപ്പുറത്തേക്ക് കടത്തുന്ന ഒരു വാഹനം വരുമ്പോ കൈകൊണ്ട് കാണിച്ചു, നമ്മൾ വാഹനം നിർത്തി ഇതിന്റെ അകത്തുള്ളൂ. അവര് ഇപ്പോ നല്ല രീതിയിലാണ് അത് കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസം ഉണ്ടാവും. എന്താ പിന്നെ ഒരു പരിസമാപ്തി? ഈ പ്രയാസം ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ മൗനത്തിലും ഉണ്ടായിരുന്നാൽ മതിയോ? പല വ്യക്തികളും മിണ്ടാതെ ഒരിടത്തിരുന്നാൽ പല വിഷമമാണ്. നമ്മുടെ പല പ്രശ്നവും ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ മിണ്ടാതിരുന്നാൽ പ്രശ്നം ചെയ്യും. ചിലര് വീട്ടിൽ പറയും, അമ്മ ഉണ്ടായിട്ട്, അമ്മ ഒന്നും ഉണ്ടായിട്ട് പരിഹാരം ഉണ്ടാവും. രോഗം മാറും. എല്ലാ സൂക്കടും മാറാരോഗം എന്ന് പറയുന്നത്.
ഏത് പ്രയാസം വരുമ്പോഴും പ്രയാസം വന്നിട്ട് കണ്ണുനീര് വന്നിട്ട് കരഞ്ഞ അവസരം ഉണ്ടായിട്ടില്ല. ഈശ്വര എന്താ ഇനി ചെയ്യാൻ? ഈശ്വരനാകുന്ന കഥാകൃത്ത് അതിന്റെ ക്ലൈമാക്സ് കണ്ടിട്ടാണ് തെറ്റത്. ഒന്നുകൂടി വിശദീകരിച്ചാൽ മരണത്തെ കണ്ടുകൊണ്ടാണ് സൃഷ്ടിക്കുന്നത്. അത് വേറെ വിഷയമാണ്, പറഞ്ഞപ്പോഴും ചെയ്യില്ല. നമ്മുടെ മരണത്തെ ക്ലൈമാക്സ് കണ്ടിട്ടാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്. ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സ്മരിക്കുന്നു.